രശ്മി, ആ യോഗത്തിൽ പോലും ഈ ഇത്തരത്തിലൊരു ജനരോഷം കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നായിരിക്കും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലൊരു വികാരം തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പോലും, കഴിഞ്ഞ മണിക്കൂറിൽ പോലും നമ്മൾ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. അത്തരത്തിൽ കാലാകാലങ്ങളായുള്ള ഒരു ആവശ്യമാണ്, ഒരു ശാശ്വത പരിഹാരം, അപകടം ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം അവിടെ ഉന്നയിച്ചു. അവിടെ തുടരെ നേരത്തെ കണക്കുകൾ വരെ നമ്മൾ സൂചിപ്പിച്ചു. അത്തരത്തിൽ അപകടങ്ങൾ തുടർച്ചയാവുന്ന ഒരു സാഹചര്യം ഈ മണ്ണാർക്കാടാണ്. നേരത്തെ ഗൂഗിൾ സൂചിപ്പിക്കുകയുണ്ടായി, ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കരിമ്പയിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ 5 യുവാക്കൾ മരിച്ച ഒരു സ്ഥിതിഗതി നമ്മൾ കണ്ടു. തുടരെ ഈ ഒരു മേഖലയിൽ, ഈ ഒരു ഹൈവേയിൽ അപകടം തനിയാവർത്തനമാകുന്നു. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം, ഈ അപകടങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരിക്കുന്നു. ഇനിയെങ്കിലും ഉണരാതെ ഇനി എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ പല നിഗമനങ്ങൾ നമ്മൾ പറഞ്ഞു, പല സാധ്യതകൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരു ഉറപ്പ്, അതാണ് അവർക്ക് വേണ്ടത്. നാളത്തെ യോഗത്തിൽ കൊടുക്കാവുന്ന അതിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വൈകുന്നേരം ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കെ.വി. ഗണേഷ് കുമാർ പറഞ്ഞത്, ഈ ഒരു പ്രദേശത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് MVDക്ക് മുന്നിൽ യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല, കിട്ടിയിരുന്നോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊരു പരിഹാരം കണ്ടേനെ എന്നുള്ളതാണ്. നോക്കൂ, എത്രയോ പേരെടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാര്യങ്ങൾ ആരുടെ മുന്നിൽ പറയണം എന്നുള്ളത് ആരുടെയൊക്കെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് MLA പോലും അല്പസമയം മുമ്പ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. നോക്കൂ, ഓരോരോ വകുപ്പുകൾക്ക് മുന്നിൽ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതൊക്കെ എങ്ങനെ ചോദിക്കാതെ ഇരിക്കും നമ്മള്? തീർച്ചയായും പൂജ, അത്തരത്തിൽ ഓരോ കഴിഞ്ഞ മണിക്കൂറിൽ ഉൾപ്പെടെ ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്, പരാതി പറഞ്ഞു മടുത്തു എന്നാണ്. ഇത്തരത്തിൽ ഓരോ അപകടം നടക്കുമ്പോൾ അവർ നടത്തിയ പ്രതിഷേധങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇവിടെ നിരന്തരം ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളല്ല അല്ലേ, ദൃസാക്ഷിയാണോ? ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. നമ്മൾ പലതവണ ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പലതവണ ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അപകടം ഉണ്ടാകുന്ന മേഖലയാണ് ഇത്. എപ്പോഴും ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാത്തിനും ഇതിന് മുന്നേ ഒരു 10-55 ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിന് മുന്നേ ഇതിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും ബോധിപ്പിച്ചതാണ്. പക്ഷേ ഇതിനത് പരിഹാരം ഉണ്ടായിട്ടില്ല. ഇവിടെ ചില ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നാളെ കളക്ടറായിട്ട് മീറ്റിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണെന്നുള്ളത് അറിയില്ല. ഒരു ഉറപ്പ് തന്നെ നമുക്ക് വേണമല്ലേ? ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ നാളെ അറിയുള്ളൂ. കുട്ടികളുടെ ബോഡി എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് അറിയുള്ളൂ. ഇത് അത്രയും വേദന കൽപ്പിക്കുന്നില്ല പനയമ്പാടത്ത് ഇപ്പോൾ. അതാണ് മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വണ്ടി ചവിട്ടിയാൽ കിട്ടില്ല മഴ പെയ്താൽ. അതാണ് മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അതാണ് അത്രമേൽ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ നാടിനുണ്ടെന്ന് തോന്നുന്നു. അത് താങ്ങാനുള്ള ശേഷി നാട്ടുകാർക്കില്ല. തന്നെ കുറേ ബോഡികൾ ഇവിടുന്ന് എടുത്തിട്ട് പോയതും കൊണ്ടുപോയതൊക്കെ തന്നെയാണ്. അത് കുറേ ആൾക്കാരിപ്പോൾ ഇവനൊക്കെ ഇതെടുത്ത് കൊണ്ടുപോയ ആളാണിത്. ഇന്നത്തെ ബോഡി എടുത്ത് കൊണ്ടുപോയ ആളാണ് ഇവന്. കാലങ്ങളായി നാട്ടുകാർ പറയുന്ന ഒരു പ്രശ്നമാണല്ലേ, എന്നിട്ടും യാതൊരു പരിഹാരം. ഞങ്ങളിവിടെ ലോഡിങ്ങാരാണ്. അപ്പം ഇന്ന് ഈ വാഹനത്തിൽ തെറ്റില്ല എന്നാണ്. ഇത് ഇങ്ങോട്ട് വരുന്ന വാഹനം, ഇവിടേക്ക് ഒരു കാലി വണ്ടി ന്യൂട്രടിച്ച് വരികയാണ്. അവൻ ഈ മൂട് ഇവിടെ തിരിഞ്ഞതിൽ ഇതിൻ്റെ ഫ്രണ്ടിലടിച്ച് ഇവൻ ഈ 5 കുട്ടികളാണ്. ഇതിൽ 5 കുട്ടികൾ ആ കടയിൽ നിന്ന് കയറി വരുന്ന കുട്ടികളാണ്. ഇവൻ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വണ്ടി ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത്. പക്ഷേ ഇവൻ്റെ മൂട് ഒഴുകിയിട്ട് വണ്ടി ഇങ്ങോട്ട് തന്നെ വന്നു. അതിലൊരു കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധി തോന്നി, കുട്ടി ഓടി. ആ കുട്ടി ഓടുമ്പോൾ ഞങ്ങളവിടെ കാണുമ്പോൾ ആ രക്ഷപ്പെട്ടു, വണ്ടിയെ പറഞ്ഞിട്ടുള്ളൂ, കുട്ടി ഓടിയിരിക്കണം. വണ്ണ് നോക്കുമ്പോഴാണ് യൂണിഫോം അടിക്കണം. ഞങ്ങളകത്ത് 2 കുട്ടികളെ ആദ്യം കൈ കിട്ടി ഞങ്ങൾ കൊണ്ടുപോയി. ശിരുവാണി ഇടക്കുറിച്ച് എത്തുമ്പോഴേക്ക് 2 കുട്ടികൾ മരിച്ചു. പിന്നെ ഒരു കുട്ടി അവിടെ ഡമ്മി വീല് ജാമായി കിടക്കും, ഓൾറെഡി മരിച്ച് കിടക്കുക, എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്രൈം വന്നിട്ട് പൊക്കിയപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. എത്രത്തോളം ആ ഒരു ദുരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്ന ഡമ്മി വീലിൽ പെട്ട് കിടക്കുന്ന കുട്ടീൻ്റെ ഉമ്മ കൂടെ ഉണ്ട്. കുട്ടിയെ വിളിച്ച് കരയുന്ന വീഡിയോ ഉണ്ടായിരുന്നു. റസീന എന്ന് വിളിച്ച് കരയുന്ന വീഡിയോ ഉണ്ട്. അത്രമേൽ വേദനയുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അത്രമേൽ ഇനിയൊരു അപകടത്തിലെങ്കിലും, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ ചൊല്ലി നാട്ടുകാരുടെ പരാതി, കാലാകാലങ്ങളായുള്ള അവരുടെ ആവശ്യം, അതൊക്കെ ഈ ഒരു ഒറ്റ അപകടം കൊണ്ട് ഇനി അവർക്ക് വേണ്ടത് ഒരു ഉറപ്പാണ്. വെറും വാക്കുകൾ അവർക്കിനി വേണ്ട. ഇനി ആ ഒരു ഉറപ്പിനായുള്ളൊരു കാത്തിരിപ്പായിരിക്കും അല്ലേ? ഇത് ചരിവ് നൂർത്തി റോഡ് സ്ട്രെയിറ്റ് റോഡാക്കണം, അതെല്ലാം കല്ല് പതിക്കണം, എന്നാലേ റോഡ് ശരിയാവുള്ളൂ. നിരന്തരം ആക്സിഡൻ്റ് അല്ലേ. ഒരു ദിവസം 17ഓളം ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു.
നിരന്തരമായി ഇത്തരത്തിലുള്ള പരാതിയും ഉന്നയിക്കുന്നില്ലേ? അധികൃതർക്ക് മുന്നിൽ ആളുകൾ പറയുന്നില്ലേ? ഇന്ന് നടന്നതേ നടക്കും, നാളെ മറക്കും. റോഡ് നന്നാക്കണം എന്നുള്ളത് തന്നെയാണ് അരുൺ അവർ പറയുന്നത് അല്ലേ? കൃത്യമായിട്ടും ഒരു ശരിയായ രീതിയിലുള്ള നിർമ്മാണം ഉണ്ടാകണം, അതല്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം ഇതിനു മുമ്പും അപകടങ്ങൾ, ഓരോ ആളുകളും പല അക്കങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അപകടങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറയുന്നത്. അവരുടെ പ്രതിഷേധവും അതുകൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും നാളത്തെ ഉന്നതതല യോഗം കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒന്നാണ്. ഈ ആളുകളുടെ പ്രതിഷേധങ്ങൾ അത്രമാത്രം വലിയ രീതിയിൽ തന്നെയാണ് ഉള്ളതും.